രാജ്യത്തിന്റെ ഓരോ കാര്യങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ട് നിലകൊള്ളുന്ന വ്യക്തി. ഇന്ന് നമ്മളൊക്കെ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന വ്യക്തിയെ കാണും. പക്ഷെ അദ്ദേഹം അടയാളപ്പെടുത്തുന്നത് വേറെ പല കാര്യങ്ങളാണ്. ഇത് അതിനും അപ്പുറം പല കാര്യങ്ങളും കൃത്യമായി വസ്തുതയായി കൃത്യമായി അടയാളപ്പെടുത്തി നിലകൊണ്ടിരുന്ന, ലോകം മുഴുവനും സഞ്ചരിക്കാൻ ഉപകരിക്കുന്ന വാഹനങ്ങളൊന്നും തന്നെ ഇല്ലാതെ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും കാറ്റുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചു. ഓരോ പായ്ക്കപ്പുകൾ എങ്ങോട്ടൊക്കെ സഞ്ചരിച്ചു എന്ന് അദ്ദേഹത്തിന് തന്നെ കണക്കില്ല. അത്രയേറെ രാജ്യങ്ങൾ സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ച് കൃത്യമായി അദ്ദേഹം അടയാളപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ ചരിത്ര ഗ്രന്ഥമാണ് റിഹ്ല എന്ന് പറയുന്ന ഇബ്നു ബത്തൂത്ത എന്നറിയപ്പെടുന്ന ചരിത്രകാരന്റെ ഗ്രന്ഥം എന്ന് പറയുന്നത്. അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ബസറയിൽ വന്നപ്പോൾ ഇബ്നു ബത്തൂത്ത പറയുകയാണ്, ഞാൻ ധാരാളം മഖബറകൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഹലീമത്തു സാദിയ റളിയല്ലാഹു അൻഹയുടെ ഖബർ കണ്ടിട്ടുണ്ട്. പക്ഷെ ചരിത്രം പറയുന്നത് ഇവരുടെ ഖബർ എവിടെ ഉണ്ടെന്നാണ്, മദീനയിലുണ്ടെന്നാണ്. ഏതായിരുന്നാലും അദ്ദേഹം പറയുന്നു, ഞാനിവിടെ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതിന്റെ മേൽ വലിയ കുബ്ബയും ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറയാം, ഇബ്നു ബത്തൂത്ത റിഹ്ലയിൽ രേഖപ്പെടുത്തിയതാണ്, അല്ലാഹു അഅലം. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു, അടുത്ത ഖബർ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്. സഹാബിയാകുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ 52 മരണപ്പെട്ടു അദ്ദേഹം. അതുപോലെ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ താബികളിൽ പ്രമുഖനാണ്, അദ്ദേഹത്തിന്റെ ഖബർ കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ നമ്മൾ എന്തായാലും പോകും. അതുപോലെ തന്നെ ഉത്ബത്തുൽ ഗുലാം എന്നവരുടെ ഖബർ കണ്ടിട്ടുണ്ട്. മാലിക് ബിൻ ദീനാർ ബസ്രി റളിയല്ലാഹു അൻഹു ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്. ഹബീബുൽ അജ്മി എന്നറിയപ്പെടുന്ന വലിയ സൂഫി വര്യന്റെ ഖബർ ഞാൻ എന്റെ നേർക്കുനേരെ കണ്ടിട്ടുണ്ട്. ഈ ഖബറുകൾ എല്ലാത്തിന്റെയും മുകളിൽ വലിയ കുബ്ബകൾ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെയും നാമങ്ങൾ കൃത്യമായി അടയാളം എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിന്റെ റിഹ്ല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കാൻ. ഓരോരുത്തരെയും താബികളാകുന്ന ആളുകൾ, അതുപോലെ തന്നെ സ്വഹാബത്തെ കിറാം, വിവിധങ്ങളാകുന്ന ആളുകളൊക്കെ ഈ മണ്ണിൽ അന്ത്യവിശ്രമം ചെയ്യുന്നവരുടെയൊക്കെ ഓരോരോ അടയാളപ്പെടുത്തി അദ്ദേഹം ഗ്രന്ഥത്തിൽ കൂറിയിട്ടിരിക്കുകയാണ്. ഇതായിരുന്നാലും പ്രിയപ്പെട്ടതാകുന്ന സ്വഹാബത്തെ കിറാം ഈ നാട്ടിൽ വന്നുകൊണ്ട് ദീനീ ദഅവത്ത് നടത്തിയതാണ്. ബസറ എന്ന് പറയുന്ന നഗരവും ഇറാഖ് എന്ന് പറയുന്ന നഗരവും സ്വഹാബ